الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ നിഖില മേഖലകളിലും ഒരുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, അതിഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുകയും അതുവഴി സ്വർഗപ്രവേശനം സാധ്യമാവുകയും ചെയ്യുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തുള്ള വിശ്വാസികൾ മഹത്തരമായ ഹജ്ജ് കർമ്മത്തിൽ നിന്ന് വിടവാങ്ങുകയും എല്ലാ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ബലിപെരുന്നാളിൻ്റെ ഒരു ദിവസം കഴിഞ്ഞ് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ബലിപെരുന്നാളിൻ്റെ ഖുതുബയിൽ നാം മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ഹജ്ജിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ രീതിയെക്കുറിച്ചും അവിടെ വിശ്വാസികൾക്കുണ്ടാവേണ്ട മനസ്ഥിതിയെക്കുറിച്ചും എല്ലാം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ ഓർമ്മപ്പെടുത്തുന്നത് ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ ഹജ്ജിൻ്റെ ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പിതാമഹന്മാരെ സ്മരിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖുർആൻ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം 4-5 തവണ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സ്മരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിലേതാനും ചില വചനങ്ങൾ നാം ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ഈ നിശ്ചയിക്കപ്പെട്ട അടയാളം വെക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് കൽപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രവുമല്ല, സത്യവിശ്വാസികളോടുള്ള പൊതുവെയുള്ളൊരു കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മേൽ നിർബന്ധമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ,
നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കണമെന്നല്ല, ദിക്ർ ചെയ്യണമെല്ല. നിങ്ങൾ ധാരാളമായി കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശ്വാസികളോട് കൽപ്പിക്കുന്നുണ്ട്. ഖുർആനിന്റെ കൽപ്പന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കുക എന്നുള്ളത്, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും സമയങ്ങളിലുമെല്ലാം ചില ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ഹജ്ജിനെ കുറിച്ചും ബലിപെരുന്നാളിനെ കുറിച്ചും ബലികർമ്മത്തെ കുറിച്ചും എല്ലാം മനസ്സിലാക്കിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചും അത് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ മറ്റു ചില വചനങ്ങളിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ അനുയായികളോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു കർമ്മത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീകികും, നിങ്ങളുടെ യജമാനന്റെ അടുക്കൽ ഏറ്റവും പവിത്രമായ ഒരു കർമ്മത്തെക്കുറിച്ച്. വഅർഫഉഹാ ഫീ ദറജാതികും, മാത്രവുമല്ല നിങ്ങളുടെ ദറജകൾ, അല്ലാഹുവിന്റെ അടുക്കലുള്ള നിങ്ങളുടെ പദവികൾ, അത് ഏറ്റവും അധികം ഉയർന്ന പദവികൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നിങ്ങൾ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് എത്രമാത്രം മഹത്തരമാണോ അതിനേക്കാൾ നല്ലൊരു കർമ്മത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടുകയും എന്നിട്ട് നിങ്ങൾ ആ ശത്രുവിന്റെ കഴുത്തറക്കുകയും ആ യുദ്ധത്തിൽ ഏർപ്പെടുകയും നിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു, അതിനേക്കാളും പവിത്രമായ ഒരു കർമ്മത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ദറജകൾ ഉയർത്തപ്പെടുന്ന, നിങ്ങളുടെ ശത്രുവിനെ ഏറ്റുമുട്ടുന്നതിനേക്കാൾ പവിത്രമായ, നിങ്ങൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഉത്തമമായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല ഒരു കർമ്മത്തെക്കുറിച്ച് സത്യവിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ്. സ്വഹാബികളുടെ ശ്രദ്ധ ആ കർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഇത്രയും വിശദീകരിച്ചത്. പ്രവാചകനോട് പറഞ്ഞു, എന്താണ് പ്രവാചകരെ ആ കർമ്മം എന്ന് പറയുന്നത്? അത്രമാത്രം പവിത്രമായ കർമ്മം എന്താണ്? ഇത്രമാത്രം പ്രതിഫലം അർഹിക്കുന്ന കാര്യം എന്താണ്? പ്രവാചകൻ കൊടുത്ത മറുപടി, കാല ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്, അല്ലാഹുവിനെ ഓർക്കലാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ, ഏറ്റവും എളുപ്പമായ, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പദവികളും പ്രതിഫലങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ള കാര്യം. ഈ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും വ്യത്യസ്ത സന്ദർഭങ്ങളിലും സമയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിക്റുകളെ പതിവാക്കിയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, അള്ളാഹുവിനുള്ള ദിക്ർ ചെയ്യണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ പതിവാക്കിയിരിക്കുന്ന എണ്ണപ്പെട്ട ചില ദിക്റുകൾ സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്കറിയാവുന്നതാണ്. എത്ര പുസ്തകങ്ങളാണ്, എത്ര രചനകളാണ് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട ദിക്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമായി രചിക്കപ്പെട്ടത് മലയാളത്തിൽ പോലും എന്ന് നമ്മൾ കാണാറുണ്ട്. അത്രമാത്രം പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ കൊടുത്തിരുന്നു. പ്രവാചകൻ ഉപദേശിക്കുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഓർക്കുന്നതിന്റെയും തസ്ബീഹ് ചെയ്യുന്നതിന്റെയും പ്രാധാന്യത്തെയും മഹത്വത്തെയും വിളിച്ചോതുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആനിലൂടെ കണ്ണോടിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. എത്രമാത്രം ലളിതമാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള വചനങ്ങൾ നാവ് കൊണ്ട് ഉരുവിടാൻ. പക്ഷേ പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ പ്രാധാന്യത്തെയും അത് ചെയ്യാനുള്ള ഓർമ്മകളെയും എല്ലാം നമ്മൾ വിട്ടുപോകുന്നു. നമസ്കാരത്തിന് ശേഷവും ആ സമയത്തു പോലും ഒരു ജമാഅത്ത് നമസ്കാരം നമസ്കരിച്ച് ഇമാമിന്റെ കൂടെ നമസ്കാരത്തിൽ നിന്ന് വിട പറഞ്ഞ് അവിടുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങിയിട്ടുള്ള ചില വചനങ്ങൾ, ചില ദിക്റിന്റെ വചനങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ്. അതുപോലും പരിപൂർണമായി നിർവഹിക്കാതെ കച്ചവടത്തിന്റെ, ജീവിതത്തിന്റെ, ജോലിയുടെ തിരക്കുകളിലേക്ക് നമ്മൾ ഓടിപ്പോവുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുള്ള പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. ഒരു പണ്ഡിതൻ പറയുകയാണ്, 6 കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നീ നിന്റെ സംസാരത്തെ ലഘൂകരിക്കുക, കുറയ്ക്കുക. ആ 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? തക്ബീർ, വതഹ്ലീൽ, വതസ്ബീഹ്, വതഹ്മീദ്. അതിലെ 4 കാര്യങ്ങളും ദിക്റിന്റെ കാര്യങ്ങളാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ഉരുവിടുന്ന, തഹ്മീദിന്റെ വചനം ഉരുവിടുന്ന, തക്ബീറിന്റെ വചനം ഉരുവിടുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ നിന്റെ വാക്കുകൾ നീ പരമാവധി ചുരുക്കുക എന്നും ഒരു പണ്ഡിതൻ ഉപദേശിക്കുകയാണ്. നീ നന്മ ചോദിക്കുന്നതും അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് രക്ഷ തേടുന്നതും, ആളുകളോട് നല്ലത് കൽപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് ആളുകളെ വിരോധിക്കുന്നതും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതുമല്ലാത്ത വാക്കുകൾ നീ പരമാവധി കുറക്കുക എന്ന് റബീഉ ബിൻ ഹതം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കൊടുത്ത ഒരു ഉപദേശമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്ന വചനം ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ചിരിക്കുന്നവൻ? സ്വയം ശുദ്ധീകരിച്ചിരിക്കുന്നവൻ, തസ്കിയത്ത് ലഭിച്ചവൻ. വദകറ സ്മ റബ്ബിഹി ഫസല്ല, അല്ലാഹുവിന്റെ നാമത്തെ സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തവൻ, അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ദിക്ർ പതിവാക്കിയ ആളുകൾക്കാണ് വിജയമുള്ളതെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിസയ്യിആത്തിൻ അംസാലൽ ജിബാൽ. ഒരു അടിമ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, അല്ലാഹുവിന്റെ വിചാരണക്ക് ഒരു പർവ്വതത്തിന് സമാനമായ തിന്മകളുമായിട്ട് വന്നു ചേരും. പക്ഷേ ഫയജിദു ലിസാനഹു ഖദ് ഹദമഹാ മിൻ ദിക്രില്ലാഹി തആല. പക്ഷേ അവന്റെ നാവ്, ആ നാവ് കൊണ്ട് അവൻ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്തതിന്റെ പ്രതിഫലമായി കൊണ്ട് ആ ദിക്ർ അവന്റെ കർമ്മങ്ങളെയെല്ലാം, അവന്റെ മോശമായ കർമ്മങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുകയും അവൻ വിജയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതായി കൊണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പണ്ഡിതന്മാരെല്ലാം, താബിഈങ്ങളും സലഫ് സ്വാലിഹീങ്ങളും എല്ലാം ആ ഒരു കർമ്മത്തെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ആ കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രതിഫലം അത് അത്രമാത്രം മഹത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യനും അവൻ ചെയ്ത ദിക്റിന്റെ പ്രതിഫലത്തിന്റെ അളവ് കാണുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകുമെന്ന് സഹാബിമാരുടെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ലി അൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. ഞാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റിന്റെ വചനങ്ങൾ ഉരുവിടുന്നതാണ് സൂര്യൻ ഉദിക്കപ്പെടുന്ന ഏതൊന്നിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ ഉള്ള ഏതൊന്നിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റിന്റെ വചനങ്ങൾ എന്റെ നാവ് കൊണ്ട് ഉരുവിടാൻ സാധിക്കുന്നതാണെന്ന് അവിടുന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കർമ്മം, അവന് ഏറ്റവും പ്രിയങ്കരമാകേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കുന്ന വചനങ്ങളായിരിക്കണമെന്നുള്ള സൂചനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തരുന്നത്. അതേപോലെ പ്രവാചകൻ മറ്റൊരു വചനത്തിൽ സൂചിപ്പിച്ചു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വാക്കുകൾ അത് 4 വാക്കുകളാണ്. ഏതാണ്?
സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ വചനങ്ങളാണ്, ഈ വാക്കുകളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ, അവനെ സ്തുതിക്കുന്ന, അവനെ തസ്ബീഹ് ചെയ്യുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ ദിക്റിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വചനങ്ങൾക്കുള്ള മഹത്വത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഏതാനും ചില കാര്യങ്ങൾ, നമുക്കറിയാവുന്ന ചില വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു തന്റെ അനുചരന്മാർക്ക്. കലിമത്താൻ ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. രണ്ട് വചനങ്ങൾ, അത് ഒരു മനുഷ്യന്റെ നാവിൽ ഏറ്റവും ലളിതമാണ്, ഏറ്റവും കനം കുറഞ്ഞതാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലുള്ള മീസാനിൽ, അവന്റെ തുലാസിൽ ഏറ്റവും കനം കൂടിയ വചനങ്ങളാണ്. മാത്രവുമല്ല വഅഹബ്ബുഹാ ഇലർ റഹ്മാൻ, റഹ്മാനിന്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വചനങ്ങളാണ്. ഒരു മനുഷ്യന്റെ നാവിന് ഏറ്റവും കനം കുറഞ്ഞതാണ്, പക്ഷേ അതുകൊണ്ട് അള്ളാഹുവിനടുക്കലുള്ള തുലാസിൽ ഏറ്റവും കനം കൂടുന്ന വചനങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന രണ്ട് ദിക്റിന്റെ വചനങ്ങൾ. നമുക്ക് നാവ് കൊണ്ട് ഉരുവിടാൻ എത്ര എളുപ്പമാണ്, എത്ര എളുപ്പമാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ, അവന്റെ തുലാസിൽ എത്രയോ കനം കൂടിയ വചനമാണതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മൾ മദ്രസ കാലം മുതലേ പഠിച്ചിരിക്കുന്ന ഈ ദിക്റിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മനഃപൂർവ്വം അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഇസ്രാഇന്റെ രാത്രിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി കണ്ടുമുട്ടിയ സമയത്ത് അവിടുന്ന് എന്നോട് പറഞ്ഞു, താങ്കളുടെ ഉമ്മത്തിന്റെ മേൽ എന്റെ സലാം അറിയിക്കുക, അതിന്റെ കൂടെ വഅഖ്ബിറുഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ്, അവരോട് അറിയിക്കുക, സ്വർഗം, സ്വർഗത്തിലെ മണ്ണ് അത് വളരെ നല്ല മണ്ണാണ്. വഅന്ന അറാസുഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അവിടെയുള്ള ചെടികൾ എന്ന് പറയുന്നത് നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള വചനങ്ങളാണെന്ന്, അങ്ങനെയാ അതാണ് അവിടുത്തെ സ്വർഗത്തിലെ ചെടികൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കളുടെ ഉമ്മത്തിന് അറിയിച്ചു കൊടുക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ സൂചിപ്പിക്കുന്നത് സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടി അവന്റെ ദിക്ർ കാരണമായിരിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു വചനത്തിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടതാണ് എന്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വചനം, ദിക്റിന്റെ വചനം. അതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഹദീസുകൾ. ഓരോ ദിക്റിനും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഓരോ വചനങ്ങളെയും വിശദീകരിക്കുന്ന, അതിന് ഓരോന്നിനും അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസിന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അത്രമാത്രം പ്രതിഫലമാണ് ഒരു ഹംദ് കൊണ്ട്. അള്ളാഹു അവന് ഹംദിന്റെ വീട് സ്വർഗത്തിൽ പണിയുമെന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന വചനങ്ങൾ, അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ വീട്ടിലെ പണിയെടുക്കുന്ന സമയത്ത്, നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ദിവസവും രാവിലെ നമ്മുടെ വാഹനം ഓടിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ യാന്ത്രികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ആ സമയത്തെങ്കിലും അള്ളാഹുവിനെ ഓർക്കാനുള്ള, അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. അതിലൂടെ നമ്മൾ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും എന്നുള്ളതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിൽ, സൂറത്തുൽ അഹ്സാബിലെ ഒരു വചനത്തിൽ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലവും മഅ്ഫിറത്തും ലഭിക്കുന്ന
ആളുകളുടെ ഏതാനും ചില ഗുണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ സമയത്ത് പറഞ്ഞു, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനവും അതിമഹത്തരമായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈ ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, സബഖൽ മുഫദ്ദിദൂൻ, മുഫദ്ദിദൂൻ അവർ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകനോട് ചോദിച്ചു, ആരാണ് പ്രവാചകരെ മുഫദ്ദിദൂൻ എന്ന് പറയുന്നത്? പ്രവാചകൻ കൊടുത്ത മറുപടി, അദ്ദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്നാണ് മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വചനങ്ങളിൽ അല്ലാഹു നമ്മളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കുക, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ ഓർമ്മിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതെങ്കിൽ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർക്കാനുള്ള കാരണമായി കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ സ്മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന നാവുമായി സദാസമയം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ നിലനിർത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ പവിത്രത. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ദിക്റിന്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഒരു വിശ്വാസിക്ക് അതിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ് നാം മനസ്സിലാക്കിയതുപോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ശീലമാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ, ഒരു ദിവസവും മറന്നു പോകാത്ത രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമുക്കറിയാം എല്ലാ ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചാണ്. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലെ എല്ലാ സമയവും ഏറ്റവും ഉത്തമമായ രീതിയിൽ എങ്ങനെ ചിലവഴിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം. ഒരു മിനിറ്റ് പോലും പാഴാക്കാത്ത രീതിയിൽ അവന്റെ സമയങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം, അവന്റെ ജീവിതത്തെ ശീലങ്ങളെ എങ്ങനെ മാറ്റിത്തീർക്കാം, ആ ശീലങ്ങളെ മാറ്റിത്തീർക്കുന്നതിലൂടെ ജീവിത വിജയം എങ്ങനെ കരസ്ഥമാക്കാമെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് ഏറ്റവും കുറച്ചാണെങ്കിലും സ്ഥിരതയുള്ള കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ പെരുന്നാളിനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ തക്ബീറുകൾ, അതിന്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സ്വഹാബിമാരുടെ ജീവിതവുമെല്ലാം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന ദിക്റുകളെല്ലാം പ്രവാചകന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുന്ന സമയത്ത് കിടപ്പറയിൽ വെച്ച് സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസുൽ മോദി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഊതി തടവാറുണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ ജീവിതത്തിൽ അതൊരിക്കലും ഒഴിവാക്കിയിരുന്നില്ല. അവിടുന്ന് അവസാന രാത്രികളിൽ മരണത്തോട് മല്ലിടുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന് ഞാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തത്. കാരണം ഒരിക്കൽ പോലും പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ കാര്യം ഉപേക്ഷിച്ചിട്ടില്ലാതിരുന്നത് കൊണ്ട് അവിടുന്ന് അതിനെ സാധിക്കാതിരുന്ന സന്ദർഭത്തിൽ ഞാനാണത് ചെയ്തു കൊടുത്തത് എന്ന് അവർ പറയുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരുടെ ഒരു സന്ദർഭം നമുക്കറിയാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്, ഞങ്ങൾക്ക് ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, അവിടുത്തെ ഒരു സഹായിയെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് 33 തവണയും
അല്ലാഹു അക്ബർ എന്ന് 34 തവണയും നിങ്ങൾ ചൊല്ലിക്കിടക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു വിടുകയാണ്. പിന്നീട് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകന്റെ അടുക്കൽ നിന്ന് ആ കർമ്മത്തെക്കുറിച്ച് കേട്ടതിന് ശേഷം ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അതിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ലളിതമായ കർമ്മങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത് ആ രീതിയിലായിരുന്നു. അവിടുന്ന് പിന്നീട് പറയുകയാണ്, തുടർന്നുകൊണ്ട് പറയുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുഫീൻ യുദ്ധത്തിന്റെ രാത്രിയിൽ അന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു രാത്രിയായിരുന്നു. അന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ രാത്രിയുടെ അവസാനത്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ഞാനത് ഓർമ്മിച്ചെടുക്കുകയും അവിടെ പിന്നീട് ഞാൻ ആ ദിക്ർ ചൊല്ലുകയും ചെയ്തു എന്ന് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നോക്കൂ, ഏറ്റവും പ്രയാസം നിറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ജീവിതത്തിൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ രാത്രിയായിരുന്നു സിഫീൻ യുദ്ധത്തിന്റെ രാത്രി. അന്നുപോലും ഏറ്റവും പ്രയാസം നിറഞ്ഞ സന്ദർഭത്തിൽ പോലും പ്രവാചകൻ പഠിപ്പിച്ച ദിക്റിന്റെ സുന്നത്ത് അതെന്റെ ജീവിതത്തിൽ ഞാൻ കൈവിട്ടിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് സഹാബികൾ. അതായിരുന്നു അവരുടെ ജീവിതവും നിലപാടും. അവരുടെ ജീവിതത്തിലെ കർമ്മങ്ങളെ അവർ സ്ഥിരപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കിക്കൊണ്ട് ദിക്റുകളെ മാറ്റി തീർക്കുക. രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ടുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. അതിന് ഏറ്റവും കുറച്ചെങ്കിലും പഠിച്ച് മനഃപ്പാഠമാക്കി സാവധാനം അത് പരിപൂർണമായും മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിലെ രാവിലെയും വൈകുന്നേരവും ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ആളുകളുടെ ശീലം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ, ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള സമയമില്ല എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരുടെ ഉപമ ഒരാൾ ജീവനുള്ളതുപോലെയും മറ്റൊരാൾ ജീവനില്ലാത്തതുപോലെയുമാണ്. ഒരാൾ ജീവനും മറ്റൊന്ന് മയ്യത്തും പോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ദിക്റില്ല എങ്കിൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സന്ദർഭങ്ങളില്ല എങ്കിൽ, നമ്മൾ ജീവിച്ചിട്ടും ജീവിക്കാതിരിക്കുന്ന ജീവച്ഛവങ്ങളെ പോലെയാണെന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവൻ പോലും നിലനിൽക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു അവസാനമായി കൊണ്ട് പ്രവാചകൻ പറയുന്നു, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുടെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന എണ്ണപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, അതിൽ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്, അവൻ ഒറ്റക്കായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും എന്നിട്ട് അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അവന് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ മഅ്ശറയിൽ വെച്ച് അള്ളാഹു അവൻ പ്രത്യേകം തണൽ നൽകി ആദരിക്കുമെന്ന് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം മഹത്തരമാണ് ഇതുകൊണ്ട് ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. അത്രമാത്രം വലുതാണ് നാളെ സ്വർഗത്തിൽ അവർ നേടിയെടുക്കാൻ കഴിയുന്ന പദവികൾ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ധാരാളമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ പ്രവാചകനെ പഠിപ്പിച്ചതുപോലെ വെറും ജീവിതത്തിലെ ഒരു നേരം പോക്കായി ദിക്ർ ചെല്ലുന്ന ആളുകളായിട്ടല്ല, നമസ്കാരത്തിന് ശേഷം മാത്രം ദിക്ർ ചെല്ലുന്ന ആളുകളായിട്ടല്ല, ധാരാളമായി ദിക്ർ ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറിത്തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാളിച്ചകൾ, തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കർമ്മങ്ങളിൽ വന്നു പോയിരിക്കുന്ന പാകപ്പിഴവുകൾ പുറത്ത് ഞങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ നിരോഗികളായിരിക്കുന്ന ആളുകൾക്ക് ശിഫ നൽകുകയും അവർക്ക് ആഫിയത്തോടുകൂടി നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയിരിക്കുന്ന മാതാപിതാക്കളും കുടുംബക്കാരും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുകയും അവരുടെ വിചാരണ എളുപ്പമാക്കി കൊടുക്കുകയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. أقيموا الصلاة.